ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് നല്ലൊരു സ്ട്രീറ്റ് ഫുഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്, മസാല പൂരി. അപ്പം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഇത് എല്ലാവരുടെയും റോഡ് സൈഡൊക്കെ ധാരാളമായിട്ട് വിൽക്കപ്പെടുന്നൊരു സാധനം കൂടിയിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. മസാല പൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പട്ടാണി തലേദിവസം രാത്രി കുതിരാനിട്ടതാണ്, കുതിർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 1 വെളുത്തുള്ളിയും 1 പച്ചമുളകും കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു ടീസ്പൂൺ പൊരികടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ അരച്ചെടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൂരി വറുത്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാവരുടെയും വാങ്ങിക്കാൻ കിട്ടും. നമ്മളെ പാനിപൂരിയിലൊക്കെ ഉള്ള പൂരിയാണിത്. ഗോൽഗപ്പ എന്നൊക്കെയാണ് ഇതിനെ പറയുക. അപ്പോൾ പൂരി വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പൂരി നമുക്ക് വാങ്ങാനും കിട്ടും, റെഡിമെയ്ഡ് ആയിട്ടുള്ളതും കിട്ടും. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പൂരി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് വറുത്തെടുക്കാൻ വിചാരിച്ചു. ഇനി നമ്മുടെ പട്ടാണി ഉരുളക്കിഴങ്ങൊക്കെ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നല്ലപോലെ വെന്തുണ്ട്. ഇത് വെന്തിങ്ങനെ ഉടയണം. അപ്പോൾ അതിങ്ങനെ ഉടച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ആദ്യം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പട്ടാണിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് ഗ്രേവി നല്ല ലൂസായിട്ട് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചാട്ട് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പൂരി എടുക്കാം. അത് പൊടിച്ചതിൽ ചേർക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാം.
പിന്നെ ഇതിലേക്ക് ഇത് നമ്മുടെ ചോളം കൊണ്ടുള്ള ഒരു പൊരിയാണ്, ചോളപ്പൊരി. ഇത് വാങ്ങിക്കാൻ കിട്ടും കടയിലൊക്കെ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ നമ്മുടെ പൊരിയില്ലേ, പൊരി ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേവി കൂടെ ചേർത്ത് കൊടുക്കാം. അതിങ്ങനെ ഒഴിക്കാം മേലെ. പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി, സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി, മല്ലിയില എല്ലാം ചേർക്കാം. പിന്നെ ഇത് സേവാണ്, മിക്സ്ചർ ഇല്ലേ നമ്മുടെ, അതും കൂടി ചേർത്ത് കൊടുക്കുക, അതിൻ്റെ സേവ് മാത്രമായിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. നന്നായിട്ട് തിളക്കി മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്